കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ നേരത്തെ ഒരു ഭാഗം പൊളിഞ്ഞു വീണിരുന്നു. ക്ലോക്ക് ടവർ അതിൻ്റെ ബാക്കി ഭാഗം കൂടി പൊളിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 100 വർഷം പഴക്കമുള്ള ക്ലോക്ക് ടവറിൻ്റെ ഒരു വലിയ ഭാഗമാണ് ഇന്ന് രാവിലെയോടുകൂടി തകർന്നു വീണത്. വലിയൊരു അപകടവും വലിയ ദുരന്തവുമാണ് ഒഴിവായത്. കാരണം ആ സമയം യാത്രക്കാരൊന്നും താഴെ ഇല്ലാത്തതിനാലും ട്രാക്കിലൂടെ തീവണ്ടികളൊന്നും ആ സമയം കടന്നു പോകാത്തതിനാലും വലിയ ദുരന്തം ഒഴിവായതാണ്. ആ ക്ലോക്ക് ടവറിലെ ക്ലോക്ക് അടക്കമുള്ള ഭാഗങ്ങളെല്ലാം അടർന്നു വീണു. ഇപ്പോൾ ചെറിയൊരു ഭാഗം മാത്രമാണ് അവിടെ ബാക്കിയായത്. അത് പൊളിക്കുകയാണ്. കെട്ടി വിഭീഷുണ്ട്. വിഭീഷ്, ഇന്ന് തന്നെ ആ ഭാഗം പൊളിച്ച് നീക്കിയില്ലെങ്കിൽ അത് കൂടുതൽ അപകടം ചെയ്യുമെന്ന് നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ അത് പൊളിക്കുന്ന നടപടികൾ എങ്ങനെയാണ് നടക്കുന്നത്? എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ? അതെ സൈഫു, അതായത് നേരത്തെ രാവിലെ 11:15 കൂടി ക്ലോക്ക് ടവറിന്റെ ഒരു ഭാഗമാണ്, അതായത് നെടുകെ പിളരുന്ന തരത്തിൽ ഒരു ഭാഗമാണ് പൂർണ്ണമായും രണ്ടാമത്തെ ട്രാക്കിലേക്ക് തകർന്നു വീടിരുന്നത്. ബാക്കി ഭാഗം കുത്തനെ നിൽക്കുകയായിരുന്നു. ഈ ഭാഗമാണ് ഇപ്പോൾ പൊളിക്കുന്നത് തുടങ്ങിയത്.